ഉദ്ഘാടനം നിർവഹിച്ച സമിതിയുടെ കോടതി അദ്ദേഹവും അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന പുരുഷോത്തമ സാറ്, അതിലേറെ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ. എന്നെ വന്നപ്പോൾ തന്നെ മൈക്കിൻ്റെ തന്ന് സംസാരിക്കാൻ ഒരു ഐഡന്റിറ്റി ഇല്ല. അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞപ്പോഴാണ് ഇതിലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ അന്നേരം തന്നെ ചോദിച്ചായിരുന്നു, എല്ലാ ചടങ്ങുകളും കഴിഞ്ഞോ? ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി ആദ്യം ചോദിച്ചു, നമ്മളെപ്പോഴും ഒന്ന് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇനിയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ഈശ്വര പ്രാർത്ഥന, അതിനുശേഷം ഒരു സ്വാഗതം, അതിനുശേഷം അന്ത്യസംരക്ഷണം, അതിനുശേഷമാണ് നമ്മൾ ഉദ്ഘാടനം നടത്തുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നമ്മൾ തിരിതെളിക്കും, അല്ലെങ്കിൽ അതിനു മുമ്പ് തിരിതെളിക്കും. അതൊരു പ്രധാന ഭാഗമാണ് നമ്മുടെ ഇതിൻ്റെ. ഇപ്പം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, ഇത് ആദ്യം ഞാനാണ് എല്ലാം കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അത് ബഹുമാന്യ ഉദ്ഘാടകൻ സംസാരിച്ചപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ തൊട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൊബൈൽ തൊട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കൺസ്യൂമറെ എങ്ങനെ നമ്മൾക്ക് നയിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഞാൻ പറഞ്ഞ ഒരു സവാളിൽ തുടങ്ങിയെങ്കിലും എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇത്രയേറെ കാര്യങ്ങൾ നമ്മളുടെ ഒളിവിൽ അവർ പലതും ചെയ്യുന്നുണ്ട്. വ്യാപാരികൾ ചെയ്യുന്ന പലതരത്തിൽ നിറം മാറ്റിക്കൊണ്ടുവരുന്ന അരികളുണ്ട്, ആർട്ടിഫിഷ്യൽ അരികൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ അരി, ആർട്ടിഫിഷ്യൽ മുട്ട, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ കരുതി യാഥാർത്ഥ്യമാണ്. മുട്ട കൊടുക്കാൻ അതേപോലെ തന്നെ സാധനങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ പലതും ചെയ്യുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ അരി പോലെയുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടാവും, എല്ലാ തരത്തില് മെച്ചവും എങ്ങനെയാണെന്ന് വളരെ വിപണിയിൽ താഴ്ന്ന വില കൊടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കൺസ്യൂമറെ പറ്റിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് നമ്മളുടെ വ്യാപാരികൾ. അദ്ദേഹം പറഞ്ഞ കൂട്ടത്തില് വ്യാപാരികളാണ് നിയമം ഉണ്ടാക്കുന്നത്, അവർ തന്നെ നടപ്പിലാക്കുന്നത്. സർക്കാരിലെ ഏറ്റവും വലിയ സ്വാധീനം കൂടിയിട്ടുള്ള ആളുകളാണ് വ്യാപാരികൾ. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നത് അവരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലെല്ലാമാണ് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം സംസാരിക്കുന്നത് വ്യത്യസ്തമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒത്തിരി കാര്യം, നമ്മളൊരു പരാതിയുടെ കാര്യം പറഞ്ഞു. ഒരു കാര്യം വന്നാൽ നമുക്കത് താഴെ മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്ടിലേക്ക് പോവാം. അത് കഴിയുമ്പോഴാണ് കേസിലേക്ക് പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ അതിന്റെ പ്രാമാണ്യം അനുസരിച്ചു, അതിന്റെ വലിപ്പം അനുസരിച്ചുള്ള നീക്കങ്ങൾ നമ്മുടെ കൺസ്യൂമറിൽ നിന്ന് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് വളരെ എന്നോട് കേൾപ്പാമ്പ് വിളിച്ചിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതെങ്ങനെയാണ് നടക്കുന്നത്, ഇതിലെന്താണ് പ്രാധാന്യം എന്നൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു ഇന്നലെ. അപ്പൊ ഞാൻ പറഞ്ഞ അത് കുഴപ്പമൊന്നും തോന്നുന്നില്ല. പിന്നെ ആളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകൾ ഇന്ന് വരും, ധാരാളം ആളുകൾ ഈ ഭാഗത്ത് തന്നെ നിങ്ങൾ ഇറങ്ങി. ഇപ്പൊ ക്യാഷ് ഉണ്ട്, ക്യാഷ് എന്ന് ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതാപം തൊട്ട് 19 വരെ നിങ്ങൾ കൂടെ കൊടുക്കാൻ. പക്ഷെ ഇതൊന്നും നോക്കാതെ കൊണ്ട് നമ്മളുടെ ഒരു സമ്മേളനം എന്ന് പറയുമ്പോൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന 29 അല്ലേ കൺസ്യൂമർ 29 തന്നെയാണ്. 29 നമ്മുടെ ഒരു കൊല്ലത്തിൽ കൺസ്യൂമർ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ഇതിൽ നമ്മൾക്ക് പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നൊരു വലിയ കാര്യമാണ്. അത് നമ്മൾ സമൂഹത്തിലേക്ക് വരുന്നില്ല. ആ വരാനുള്ള ഒരു നീക്കവും കൂടി നിങ്ങൾ ഉണ്ടാക്കണം. ഇത് നമ്മുടെ വാർത്തകളിൽ കൂടി മറ്റ് ചാനലുകളിലേക്ക് വിളിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ഇത് വലിയൊരു കാര്യമായിട്ട് ഇത് ഉണ്ടാവും. അങ്ങനെ ഒരു സന്ദേശം നമുക്ക് എല്ലാവരിലേക്ക് എത്തിച്ചേരാനും നമ്മൾ വലിയ ഒരു ഇതിൽ കൊള്ളയടിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കൂടുതൽ പറയാൻ പല കാര്യങ്ങളും നമ്മളറിയാതെ കൊണ്ട് അത് ക്യാമറ പോലെ, ഡിജിറ്റൽ ക്യാമറ പോലെ അത് തന്നെ അത് റിവർക്ക് ചെയ്ത് നമ്മളൊരു വണ്ടി ഓടിപ്പോയി കഴിഞ്ഞാൽ ആ വണ്ടിയിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് അല്ലാണ്ട് പോകുന്ന ഇതെല്ലാം അത് തന്നെ അവിടെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു ബുദ്ധി മുഴുവനും ആ ക്യാമറയിൽ തന്നെ ഉള്ളത്. നമ്മളൊന്നും ചെയ്യണ്ട. അവിടെ ചെല്ലുമ്പോൾ ഇന്നാളെ ചെയ്ത് ഇന്നാളെ ക്യാമറ തന്നെയാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ നമ്മൾ ഇന്ത്യയിൽ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ, കൺസ്യൂമറെ ബോധവൽക്കരിക്കാനെല്ലാം ഉതകുന്ന ഒരു സംഘടനയായിട്ട് മാറണം. അതുകൊണ്ട് ചട്ടപ്പെട്ടത്തോട് കാര്യങ്ങൾ ഇപ്പോൾ സന്തോഷമുണ്ട് ഇതിൽ വന്നത്. ഞാൻ നാളത്തേക്ക് പോവുകയാണ്. അവസരത്തിലൊരു പരിപാടി കൂടിയുണ്ട്. എനിക്ക് ആദ്യം അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് വളരെയധികം കൗതുകവും വളരെയധികം ശ്രദ്ധേയമായ കാര്യങ്ങളാണ് കാണിച്ച് അല്ലെങ്കിൽ സംസാരിച്ചത്. അതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വളരെ വിലപ്പെട്ട കാര്യങ്ങളായാലും.
അപ്പൊ ഇതെല്ലാം നമ്മളുടെ സാധാരണ ജനങ്ങളിലേക്ക്, സാധുക്കളിലേക്ക് എത്തിക്കണം. നമ്മളല്ല ഇല്ലേ എല്ലാവരും താഴെ അതിലും താഴെയുള്ള ആളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് വളരെയധികം ഗുണകരമാകും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ചെയ്യുന്ന പോലെ തന്നെ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ടതാണ്, വളരെയേറെ ഗുണകരമാണ്. ഇത് എല്ലാവർക്കും പ്രയോജനകരമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.